നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി ഓയിൽ ക്യാച്ച് ഫയർ ആൻഡ് കണ്ടിന്യൂസ് ടു ബി ഫ്ലെയിം. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മളുടെ ഓയിൽ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഫയർ ആവും, കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ആവും. അത് ഏത് പോയിൻ്റാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് പറയുന്ന പേര് ഫയർ പോയിൻ്റ് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിക്ക് റിട്ടേൺ മെക്കാനിസം അഡോപ്റ്റ് ഇൻ ഡാഷ്. അത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഉണ്ടല്ലോ അത് ഏത് മെഷീനുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏത് മെഷീനുമായിട്ടാണ്? ഷേപ്പിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ജോക്കി പുള്ളി ഈസ് ഫിറ്റഡ് ഡാഷ്. ജോക്കി പുള്ളി എവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഏതാണ്? നിയർ ദി ഡ്രൈവിംഗ് പുള്ളി ഓൺ ദി സ്ലാക്ക് സൈഡ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗിയർ യൂസ്ഡ് ഇൻ ഇൻഡെക്സിങ് ഹെഡ് ഗിയർ മെക്കാനിസം. ഇൻഡെക്സിങ് ഹെഡ് മെക്കാനിസം ഉപയോഗിക്കുന്ന ഗിയർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ഗിയറാണ് യൂസ് ചെയ്യുന്നത്? വോം ആൻഡ് വോം ഗിയറാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേ കാസ്റ്റൈൻ ഹാസ് ഡാഷ്. ഗ്രേ കാസ്റ്റൈൻ പ്രത്യേകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താ പ്രത്യേകത? ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. കംപ്രസീവ് സ്ട്രെങ്ത് എന്താണ്? കൂടുതലാണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡിസ്റ്റൻസ് എ ഡ്രിൽ മൂവ്ഡ് ഇൻ ടു ദി വർക്ക് വിത്ത് ഈച്ച് റെവല്യൂഷൻ ഓഫ് സ്പിൻഡിൽ ഈസ് കാൾഡ് ഡാഷ്. അതായത് സ്പിൻഡിലിൻ്റെ ഈച്ച് റെവല്യൂഷൻ, ഓരോ റെവല്യൂഷനും ഡ്രില്ല് മൂവ് ചെയ്യുന്നുണ്ട്, അതിന് എന്താണ് പറയണത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ആ ഡിസ്റ്റൻസിന് എന്താണ് പറയണത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ ഡിസ്റ്റൻസ് എന്താ പറയും? ഫീഡ് ഓഫ് ഡ്രിൽ എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ടാപ്പർ ആംഗിൾ യൂസിങ് സൈൻ ബാർ. സൈൻ ബാറിൻ്റെ ടാപ്പർ ആംഗിൾ കാണാനുള്ള ഫോർമുല എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരത്തിന് ഹൈറ്റ് ഓഫ് ദ സ്ലിപ്പ് ഗേറ്റ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ സൈൻ ബാർ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പിൻ ഓഫ് ദി സ്ട്രെയിറ്റ് പിൻ ഹാമർ ഈസ് ഡാഷ്. അതായത് സ്ട്രെയിറ്റ് പിൻ ഹാമറിൻ്റെ പിന്നിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? പാരലൽ ടു ദി ഹാൻഡിൽ. ഹാൻഡിലിന് അതേ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ പൊസിഷൻ ഉണ്ടാകുക. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫിറുൾ ഈസ് ഫിക്സഡ് ഇൻ ദി ഹാൻഡിൽ ഓഫ് എ ഫയൽ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതായത് ഈ ഫിറുൾ എന്ന് പറയുന്നുണ്ടല്ലോ അത് ഹാൻഡിലിന് ഒരു സൈഡ് പിടിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യകത എന്താണ്? ടു പ്രിവെൻറ്റ് ദി വുഡൻ ഹാൻഡിൽ ഫ്രം ഡാമേജ്. അതായത് ഡാമേജ് ആകാതിരിക്കാൻ, വുഡൻ ഹാൻഡിൽ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടൈപ്പ് ഓഫ് ചിസൽ യൂസ്ഡ് ഫോർ കട്ടിങ് ഗ്രൂവ്സ് ആൻഡ് കീവേ. അതായത് കീവേയും ഗ്രൂവ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിസലിൻ്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ക്രോസ് കട്ട് ചിസലാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടേം സീറോ ഇറർ ഇൻ ദി മൈക്രോമീറ്റർ മീൻസ് ഡാഷ്. അതായത് മൈക്രോമീറ്ററിൽ ഉപയോഗിക്കുന്ന സീറോ ഇറർ ടേം ഉണ്ടല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാണ്? ദി സീറോ ഡു നോട്ട് എക്സാക്ട്ലി കോയിൻസൈഡ്. അതായത് സീറോ എന്നുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഇങ്ങനെ കോയിൻസൈഡ് ആവില്ല. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു റിലീവ് ദി ഇൻറ്റേർണൽ സ്ട്രെസ് ഹാർഡൻഡ് ടൂൾ ആർ ജനറലി ഡാഷ്. അത് ഹാർഡനിങ് ചെയ്ത ടൂൾ ഉണ്ടല്ലോ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രെസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിന് പറയുന്നത് ടെമ്പറിങ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലീഡ് ഓഫ് ദി സ്ക്രൂ ത്രെഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദി ഫോർമുല ഡാഷ്. അതായത് നമ്മൾ ത്രെഡ് കട്ടിയല്ലോ സ്ക്രൂ ത്രെഡിൻ്റെ ലീഡ് കാൽക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ലീഡ് കാൽക്കുലേഷൻ ചെയ്താണ് പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ട്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫാസ്റ്റ് പുള്ളി ഈസ് ദാറ്റ് വിച്ച് ഡാഷ്. അതായത് ഫാസ്റ്റ് പുള്ളി ഉണ്ടല്ലോ ഫാസ്റ്റ് പുള്ളിയുടെ പ്രത്യേകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫാസ്റ്റ് ടു ദി ഷാഫ്റ്റ്. അതായത് ഷാഫ്റ്റിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? സ്പീഡിൽ കറങ്ങും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം വെൻ ഓക്സിജൻ ഹാസ് ഹയർ വോളിയം ദാൻ അസറ്റിലിൻ ഈസ് നോൺ ആസ് ഡാഷ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്. നമ്മുടെ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉണ്ടല്ലോ ഓക്സി അസറ്റിലിൻ ഫ്ലെയിമിൽ ഓക്സിജൻ്റെ വോളിയം കൂടുതലും അസറ്റിലിൻ്റെ വോളിയം കുറവാണെങ്കിൽ അതിന് എന്താണ് നമ്മൾ പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് പറയും? ഓക്സിഡൈസിങ് ഫ്ലെയിം എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഫ്റ്റ് മെറ്റൽ പാർട്ടിക്കിൾ ദാറ്റ് ക്ലോഗ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് വീൽ ഈസ് കാൾഡ് ഡാഷ്. അതായത് ഗ്രൈൻഡിങ് വീലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ സോഫ്റ്റ് മെറ്റീരിയൽ പാർട്ട് ഒട്ടിപ്പിടിക്കുകയാണ്. ആ ഒട്ടിപ്പിടിക്കുന്ന പ്രോസസ്സിന് നമ്മൾ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറയുക? ലോഡിങ് എന്നാണ് പറയുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു ഡാഷ്. 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 0.001 mm 1 മൈക്രോൺ എന്ന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാരലൽ ബ്ലോക്സ് ആർ യൂസ്ഡ് ഫോർ ഡാഷ്. നമ്മുടെ പാരലൽ ബ്ലോക്ക് ഉണ്ടല്ലോ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരുന്നത്. അതിൻ്റെ ഉത്തരമാണ് സെറ്റിംഗ് വർക്ക് പീസ് ഹൊറിസോണ്ടലി. വർക്ക് പീസ് കറക്റ്റ് ഹൊറിസോണ്ടലി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ലിമിറ്റ് ഓഫ് സൈസ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് സൈസ് ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ സൈസ് പറയുന്ന സമയത്ത് മാക്സിമം ലിമിറ്റ് സൈസിനും മിനിമം ലിമിറ്റ് സൈസിനും ഡിഫറൻസ് നമ്മൾ എന്താണ് പറയുക? ടോളറൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഫോർ ചേഞ്ചിങ് ദി സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഒബ്റ്റെയിനിങ് ദി റിക്വയർഡ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ സ്റ്റീൽ ഉണ്ടല്ലോ, സ്റ്റീലിനെ ഹീറ്റ് ചെയ്തും കൂൾ ചെയ്തിട്ടും അതിൻ്റെ പ്രോപ്പർട്ടീനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന പ്രോസസ്സിന് നമ്മൾ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ആ പ്രോസസ്സ് നമ്മൾ എന്ത് പറയുക? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി നെസസിറ്റി ഓഫ് ടേക്ക് വെൽഡിങ് ഇൻ എ ജോയിൻറ്റ് ഈസ് ടു ഡാഷ്. അതായത് വെൽഡ് ചെയ്തിരിക്കുന്ന സമയത്ത് എടുക്കേണ്ട മുൻകരുതലിൽ ഒന്ന് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. അതാണ് ടു കൺട്രോൾ ദി ഡിസ്ട്രക്ഷൻ ഡ്യൂറിങ് വെൽഡിങ്. വെൽഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ട്രക്ഷൻ അതായത് ഒഴുകുന്നത് കൺട്രോൾ ചെയ്ത് വേണം പോകാൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രൈവിംഗ് പ്ലേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡാഷ്. ഡ്രൈവിംഗ് പ്ലേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ബിറ്റ്വീൻ സെൻറ്റർ. അതായത് നമ്മുടെ ഷാഫ്റ്റ് ഉണ്ടല്ലോ അത് സെൻറ്റർ ടു സെൻറ്ററായിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് യു ടേൺ ദി ഫേസ് ഓഫ് ആൻ ഇറഗുലർലി ഷേപ്പ്ഡ് വർക്ക് പീസ് മോൺ ദി പീസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇറഗുലർലി ഷേപ്പുള്ള വർക്ക് പീസുകളുണ്ടല്ലോ അത് ടേൺ ചെയ്യാൻ ആവശ്യം വേണ്ടി പിടിപ്പിക്കുന്നത് പോർഷനിൽ ഏതിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് പോർഷനാണ് വെച്ചാൽ ഓൺ ദി ഫേസ് പ്ലേറ്റ്. ഫേസ് പ്ലേറ്റിൻ്റെ സഹായത്താലാണ് അത് പിടിപ്പിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസിംഗ് ദി എഡ്ജ് ഓഫ് ദി പ്ലേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദി റിവറ്റ് ടു ഫോം എ മെറ്റൽ ടു മെറ്റൽ ജോയിനിങ്. അതായത് നമ്മൾ റിവറ്റിങ് ചെയ്ത ശേഷം നമ്മുടെ പ്ലേറ്റിൻ്റെ രണ്ട് എഡ്ജുകളുണ്ടല്ലോ അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് മെറ്റൽ ടു മെറ്റൽ ജോയിൻ ചെയ്ത് വെക്കുന്ന ടൂളിൻ്റെ പേര് ഏതാണ്? ചൾക്കിംഗ് ടൂൾസ് എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഹെഡ് ഓഫ് ദ റിവറ്റ് വിച്ച് ആൾറെഡി ഫോംഡ് ആൻഡ് ആൾസോ പ്രിവെൻറ്റ് ഡാമേജ് ഓഫ് ദി ഷേപ്പ് ഓഫ് ദി റിവറ്റ് ഹെഡ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ റിവറ്റിൻ്റെ ഹെഡ് ഉണ്ടല്ലോ അത് ഡാമേജ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾ റിവറ്റ് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് അതിൻ്റെ പേര് ഡോളി എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സ്റ്റാൻഡേർഡ് മാർക്കിംഗ് ഓഫ് എ ഗ്രൈൻഡിംഗ് വീൽ 51 - A46H 5V8 ലെറ്റർ എച്ച് റെപ്രസെൻറ്റ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മുടെ ഗ്രൈൻഡിംഗ് വീലിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏത് 51 - A46H 5V8 എന്ന് പറയുന്നത്. അതിൽ ലെറ്റർ എച്ച് ഉണ്ടല്ലോ ഈ എച്ച് എന്ന് വന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ എച്ച് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഗ്രേഡാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ചെക്ക് ദി സെറ്റ് ഓഫ് സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് ആൻഡ് ടാപ്പഡ് ക്ലിയറൻസ് ഇൻ ആൻ എൻജിൻ ഈസ് ഡാഷ്. അതായത് എൻജിൻ്റെ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പും ടാപ്പഡ് ക്ലിയറൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. ഏതാണ്? ഫീലർ ഗേജാണ് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഡെപ്ത് ഓഫ് ദി ടൂത്ത് സ്പേസ് ഓഫ് എ ഗിയർ ബിലോ ദി പിച്ച് സർക്കിൾ ഈസ് കാൾഡ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടൂത്തിൻ്റെ സ്പേസ് ഉണ്ടല്ലോ അത് പിച്ച് സർക്കിളിൻ്റെ താഴെയുള്ള സർക്കിളിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. ഗിയർ ടൂത്തിലെ പിച്ച് സർക്കിളിൻ്റെ താഴെയുള്ള നമ്മൾ എന്താ പറയുക? ഡിഡിൻഡം സർക്കിൾ എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ടൂത്ത് സർക്കിളിൻ്റെ മേലെയാണ് പറയുന്നത് നമ്മൾ എന്താ പറയുക? അതിന് അഡിൻഡം എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദി ഫോളോയിങ് ജോയിൻറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ റൂഫിംഗ് വർക്ക്. അതായത് റൂഫിംഗ് വർക്കുകൾക്ക് സ്യൂട്ടബിളായ ജോയിൻറ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഏതാണ്? ഡബിൾ ഗ്രൂവ്ഡ് സീം ജോയിൻറ്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റർചേഞ്ചബിലിറ്റി ഈസ് നോർമലി അപ്ലൈഡ് ഫോർ ഡാഷ്. ഇൻ്റർചേഞ്ചബിലിറ്റി അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ് വെച്ചാൽ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇൻ്റർചേഞ്ചബിലിറ്റി യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അബ്രസീവ്സ് ഈസ് യൂസ്ഡ് ഫോർ ഹോണിങ് നോൺ ഫെറസ് മെറ്റൽ. അതായത് നോൺ ഫെറസ് മെറ്റലുകളെ ഹോണിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അബ്രസീവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാണ്? സിലിക്കൺ കാർബൈഡ്.
ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ജനറൽ റേഷ്യോ ഓഫ് സോല്യൂബിൾ ഓയിൽ ആൻഡ് വാട്ടർ യൂസ്ഡ് ഇൻ കൂളൻറ്റ്. അതായത് നമ്മൾ കൂളൻറ്റുകളുണ്ടല്ലോ, കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂളൻറ്റിൽ ഓയിലിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എത്രയായിരിക്കും? 1:20 ആയിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈൽ മെഷീനിങ് കാസ്റ്റ് അയൺ ദി കൂളൻറ്റ് യൂസ്ഡ് ഷുഡ് ബി ഡാഷ്. അതായത് കാസ്റ്റ് അയൺ പോലുള്ള മെറ്റീരിയൽ നമ്മൾ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് കൂളൻ്റ് എന്തായിരിക്കും യൂസ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തായിരിക്കും? ഡ്രൈ എയർ ആയിരിക്കും. എ ആണ് കറക്റ്റ് ആൻസർ. കാരണം കാസ്റ്റ് അയൺ എന്ന് ഡക്റ്റൈൽ മെറ്റീരിയലാണ്, അതുകൊണ്ട് അതിന് കൂളൻ്റ് എന്താണ്? ഡ്രൈ എയർ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റീസൺ ദാറ്റ് വാട്ടർ ഈസ് നോട്ട് പ്രിഫേർഡ് ആസ് കൂളൻ്റ് ഓൺ മെഷീനിങ് ടൂൾ. അതായത് മെഷീനിങ് ടൂൾ ചെയ്യുന്ന സമയത്ത് കൂളൻ്റായിട്ട് വാട്ടർ യൂസ് ചെയ്തില്ല. എന്ത് റീസൺ കൊണ്ടാണ് വാട്ടർ യൂസ് ചെയ്യാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എന്ത് യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഡേഞ്ചർ ഫോർ കൊറോഷൻ, തുരുമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഗൈഡ് ദി ടൂൾ ആൻഡ് ഹോൾഡ് ദി ജോബ് ഇൻ മാസ് പ്രൊഡക്ഷൻ. അതായത് മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഹോൾഡ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഹോൾഡിംഗ് ടൂൾ ഉണ്ട്. അതിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ്? ജിഗ് എന്നാണ് അതിന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെയിൻ അലോയ് എലമെൻറ്റ് ഇൻ HSS ഈസ് ഡാഷ്. അതായത് HSS എന്ന ഹൈറ്റ് സ്പീഡ് സ്റ്റീൽ എന്നാണ്. ഈ ഹൈറ്റ് സ്പീഡ് സ്റ്റീലിൻ്റെ മെയിൻ അലോയ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 4 ഓപ്ഷനിൽ ശരിയായ ഉത്തരം ടങ്സ്റ്റൺ ആണ് മെയിൻ അലോയ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈനൈഡിങ് ആൻഡ് നൈട്രൈഡിങ് ആർ ദ 2 മെത്തേഡ് ഓഫ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സൈനൈഡിങ് നൈട്രൈഡിങ് എന്ന് പറയുന്നത് എന്ത് മെത്തേഡാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്ത് മെത്തേഡാണ്? കേസ് ഹാർഡനിങ് മെത്തേഡാണ്. ബി ആണ് കറക്റ്റ് ആൻസർ.